ഹലോ ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമ്മളുടെ പഠിപ്പുര സീരീസിന്റെ ഫസ്റ്റ് ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് നോക്കാം. സോ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മൂവിംഗ് ഓർ റെസ്റ്റിംഗ് ഫ്ലൂയിഡ്. സോ നിങ്ങൾക്ക് ഈ PPTയുടെ PDF ഫയൽ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഫയൽസിൽ പോയി നോക്കിയാൽ മതി. യു വിൽ ബി ഗെറ്റിംഗ് ദ PDF ഫയൽ. ഓക്കെ, സോ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മൂവിംഗ് ഓർ റെസ്റ്റിംഗ് ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്താണ്? സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ സ്റ്റേഷനറി. Then fluid kinematics, study of properties of fluids in motion but does not study force that is causing it. Fluid dynamics, study of properties of fluids in motion and study of force that is causing it. Then കുറച്ച് യൂണിറ്റ്സ് നമുക്ക് നോക്കാം. These are very important units. ഒരു ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10⁻³ മീറ്റർ ക്യൂബ്. Then Pascal Newton per meter square ആണ് Pascal. This is very important. LSGD grade 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്താണെന്ന്. ഓക്കെ, സോ ഇറ്റ് ഇസ് പാസ്കൽസ്. ദെൻ മെഗാ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സോ ഒരു പാസ്കൽ എന്ന് പറയുന്നത് 10⁻⁻6 ന്യൂട്ടൺ പെർ mm² ആണ്. 10⁻⁻6 ന്യൂട്ടൺ പെർ mm² ആണ്. അതുപോലെ തന്നെ ഒരു kgf അതായത് kg ഫോഴ്സ് എന്ന് പറയുന്നത് 9.81 ന്യൂട്ടൺ ആണ്. പ്യുവർ വാട്ടർ അതിന്റെ ടെമ്പറേച്ചർ വന്നിട്ട് അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഇതിൽ നമ്മൾ കാണാൻ പോകുന്ന പ്രോപ്പർട്ടീസ് ഏതൊക്കെയാന്ന് വെച്ചാൽ മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, viscosity, surface tension, capillarity, compressibility. So ഈ 8 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തുടങ്ങാം. മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മാസ് പെർ യൂണിറ്റ് വോളിയം. റോ ഇസ് ഈക്വൽ ടു m/v. ഇത് പലർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് പ്രോബ്ലംസ് വരാറുണ്ട്. അത് മാത്രമല്ല, ഈ പ്രോപ്പർട്ടീസ് പഠിച്ചാൽ തന്നെയാണ് നമുക്ക് അടുത്ത സെക്ഷൻസിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. സോ മാസ് പെർ യൂണിറ്റ് വോളിയം റോ ഇസ് ഈക്വൽ ടു m/v. സോ അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് kg പെർ മീറ്റർ ക്യൂബും അതുപോലെ തന്നെ CGS യൂണിറ്റ് ഇസ് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ഇനി വാട്ടറിന്റെ മാസ് ഡെൻസിറ്റി എന്താണ്? 1000 kg പെർ മീറ്റർ ക്യൂബ്. 1000 kg പെർ മീറ്റർ ക്യൂബ്. അതുപോലെ തന്നെ CGS സിസ്റ്റത്തിൽ ഇറ്റ് ഇസ് 1 ഗ്രാം പെർ cc അല്ലെങ്കിൽ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. വെയിറ്റ് ഡെൻസിറ്റി ഓർ സ്പെസിഫിക് വെയിറ്റ്. വെയിറ്റ് ഡെൻസിറ്റിയുടെ മറ്റൊരു പേരാണ് സ്പെസിഫിക് വെയിറ്റ്. വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വോളിയം. വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വോളിയം. സോ വെയിറ്റ് ഇസ് ഈക്വൽ ടു W/V. വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം. ദെൻ അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. CGS യൂണിറ്റ്, ന്യൂട്ടന്റെ CGS യൂണിറ്റ് എപ്പോഴും ഡൈൻ ആണ് വരുന്നത്. ഡൈൻ പെർ സെന്റിമീറ്റർ ക്യൂബ്. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ ആണ്. 10⁵ ഡൈൻ. വെയിറ്റ് ഡെൻസിറ്റിയെ മറ്റൊരു പേരാണ് സ്പെസിഫിക് വെയിറ്റ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ വെയിറ്റ് ഇസ് ഈക്വൽ ടു, അതായത് വെയിറ്റ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു W/V. ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ യു നോ ദാറ്റ് ഇറ്റ് ഇസ് മാസ് ഇൻറ്റു ഗ്രാവിറ്റി. മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണെന്നറിയാം. സോ ഈ m/v നമ്മളിപ്പോൾ കുറച്ചു നേരം മുമ്പ് പഠിച്ചേ ഉള്ളൂ. വാട്ട് ഇസ് m/v? m/v ഇസ് മാസ് ഡെൻസിറ്റി. m/v എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി ആണ്. ദാറ്റ് ഇസ് റോ. സോ യു ക്യാൻ റൈറ്റ് വെയിറ്റ് ഡെൻസിറ്റി ആസ് ρg. ഇനി അപ്പോൾ ρg. സോ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 1000 into 9.81, that is 9810 Newton per meter cube. ഇനി നിങ്ങൾക്ക് നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അതുപോലെ തന്നെ മാസ് ഡെൻസിറ്റി ഓഫ് എയർ ഇസ് 1.24 kg per meter cube ആണ്. ഇനി അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഇനി ന്യൂട്ടൺ എന്ന് പറയുന്നത് ഇത് പലർക്കും കൺവേർഷൻസിൽ എപ്പോഴും ഡൗട്ട് വരുന്ന സംഭവമാണ്. എങ്ങനെയാണ് kgയും പിന്നെ ഈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒക്കെ കൂടി എങ്ങനെ വന്നു ന്യൂട്ടൺ ആയിരുന്നു?
സോ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് നമ്മൾ ന്യൂട്ടൺ ആയിട്ട് മാറ്റി എഴുതുന്നത്. ഓക്കെ, സോ ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. Then specific volume. Volume of mass in a unit mass, that is V, is equal to V by M. അതായത് 1 by rho. We know that mass density is M by V. So specific volume is 1 by rho. അപ്പോൾ SI യൂണിറ്റ് എന്തായി? കെ ജി പെർ മീറ്റർ ക്യൂബ് തിരിച്ചു വന്നു, മീറ്റർ ക്യൂബ് പെർ കെ ജി. അതുപോലെ തന്നെ CGS യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ് പെർ ഗ്രാം. സ്പെസിഫിക് വോളിയം ഇസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ഗ്യാസസ്. ഗ്യാസിന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, സോ അതുകൊണ്ട് നമ്മൾ സ്പെസിഫിക് വെയിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതിനൊരു മെഷർമെന്റ് യൂണിറ്റ് ആയിട്ട്. സോ നമുക്ക് ഗ്യാസിന് യൂഷ്വലി യൂസ് ചെയ്യുന്ന വോളിയം ആണ്. സോ സ്പെസിഫിക് വോളിയം. നെക്സ്റ്റ് ഇസ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിലും പ്രോബ്ലംസ് വരാറുണ്ട്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ലിക്വിഡ്. നമ്മൾ യൂഷ്വലി സ്റ്റാൻഡേർഡ് ലിക്വിഡ് ഡെൻസിറ്റി ആയിട്ട് എടുക്കുന്നത് നമ്മളുടെ വാട്ടർ ഡെൻസിറ്റി ആണ്, അതായത് റോ ഡബ്ല്യു. സോ റോ ഡിവൈഡഡ് ബൈ റോ ഡബ്ല്യു, അതായത് മാസ് ഡെൻസിറ്റി ഓഫ് ദി ഒരു ലിക്വിഡ് ഡിവൈഡഡ് ബൈ മാസ് ഡെൻസിറ്റി ഓഫ് നോർമൽ വാട്ടർ. ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് പാരാമീറ്റർ. കാരണം മുകളിലും താഴും ഡെൻസിറ്റി ആയതുകൊണ്ട് ഇറ്റ് ഇസ് എ ഡയമെൻഷൻലെസ് പാരാമീറ്റർ. ഓക്കെ, ദെൻ വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ പറയുന്നത് നമ്മൾ ഫ്രിക്ഷൻ പറയില്ലേ, അതുപോലെ തന്നെ വാട്ടറിന്റെ കേസിൽ വരുന്നതാണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഇസ് വാട്ടറിൽ മാത്രമല്ല, നമുക്ക് ഗ്യാസിലും ഉണ്ട്. സോ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഗ്യാസ് ഓർ ലിക്വിഡ്. സോ viscosity of a fluid is a measure of its resistance to deformation at a given rate. Resistance to deformation at a given rate. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത് നോക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി is the ratio of shear stress to shear rate is constant. Shear ratio of shear stress to shear rate is constant for a given temperature and pressure and is defined as viscosity or coefficient of viscosity. അതായത് dou is proportional to du by dy. ഇതില് dou is the shear stress and du by dy ന് നമുക്ക് വേറെ പേരുകൾ പറയാം. That is velocity gradient എന്ന് പറയും. Then rate of shear stress or rate of angular deformation. This is also important because ഇത് MCQ ചോദിച്ചിട്ടുള്ളതാണ്, du by dy. So tau is proportional to du by dy. This proportionality sign നമ്മൾ മാറ്റിയിട്ട് we are replacing it by mu. Mu is the coefficient of viscosity or dynamic viscosity. Dynamic viscosity യുടെ മറ്റൊരു പേരാണ് absolute viscosity. Absolute viscosity. Then to measure a fluid's resistance to flow when an external force is applied. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഫ്ലൂയിഡിന്റെ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്തതായിട്ട് വരുന്നതാണ് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. CGS യൂണിറ്റ് ഓബ്വിയസ്ലി ന്യൂട്ടൺ നമ്മൾ ഡൈൻ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മീറ്ററിന് സെന്റിമീറ്റർ ആയിട്ടും. സോ ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഈ ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ പോയ്സ് എന്ന് വിളിക്കും. സോ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റി പോയ്സ് DP എന്ന് ആലോചിച്ച് പഠിച്ചോ, DP. അപ്പൊ നമുക്ക് എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് കൺഫ്യൂസ്ഡ് ആവും അടുത്തത് പറയുമ്പോൾ. ഓക്കെ, then 10 poise is equal to 1 Newton second per meter square. 1 Newton second per meter square is equal to 10 poise. Then kinematic viscosity. Kinematic viscosity ക്ക് വേറൊരു പേരും കൂടിയുണ്ട്, diffusive momentum. Diffusive momentum എന്നുണ്ട്. ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നിങ്ങളത് നോട്ട് എഴുതിയെടുക്കുന്നവരാണെങ്കിൽ എഴുതിയെടുത്തോളൂ. diffusive momentum. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂ വെച്ചിട്ടാണ്. ഇത് V അല്ല കേട്ടോ, ന്യൂ ആണ്. ഓക്കെ, ദ സിമ്പിൾ ഇസ് ന്യൂ. നമ്മൾ ടൈപ്പ് ചെയ്ത് എഴുതുമ്പം ഏകദേശം അങ്ങനെ ആയി പോണതാണ്. ഞാൻ എഴുതി വന്നപ്പോൾ റോ ആയിപ്പോയി അല്ലേ, ഗാമ എന്നായിപ്പോയി. സോ ഐ വിൽ ചേഞ്ച് ഇറ്റ്. ഓക്കെ, ന്യൂ ആണ്, ന്യൂ എഴുതണം. ഓക്കെ, ന്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ റോ, അതായത് ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ മാസ് ഡെൻസിറ്റി. മാസ് ഡെൻസിറ്റി നമുക്ക് സിംപ്ലി ഡെൻസിറ്റി എന്ന് പറയാം. ഓക്കെ, സോ
Dynamic viscosity divided by density is equal to nu. അല്ലെങ്കിൽ kinematic viscosity. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. CGS യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ സ്റ്റോക്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ സ്റ്റോക്സ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡും നമ്മുടെ DP അതായത് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ പോയിസ് എന്ന് പറയുന്നത് എന്താണ്? ഡൈൻ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, മാറിപ്പോരുത് കേട്ടല്ലോ. അതിനാണ് ഞാൻ DP എന്ന് പറഞ്ഞ് ആലോചിച്ച് വെക്കാൻ പറഞ്ഞത്. 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 10⁴ സ്റ്റോക്സ് ആണ്. സോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളിവിടെ ആകെ സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് 10⁴ സ്റ്റോക്സ്. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റി, വിസ്കോസിറ്റിയിൽ എന്താണ് ഈ കൈനമാറ്റിക് വിസ്കോസിറ്റി നോക്കാം. കൈനമാറ്റിക് വിസ്കോസിറ്റിയിലെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഫ്ലൂയിഡ്സ് ഇൻഹെറന്റ് റെസിസ്റ്റൻസ് ടു ഫ്ലോ വെൻ നോ എക്സ്റ്റേണൽ ഫോഴ്സ് എക്സെപ്റ്റ് ഗ്രാവിറ്റി ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്. ഗ്രാവിറ്റി അല്ലാതെ വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ലാത്തപ്പോഴുള്ള അതിന്റെ വിസ്കോസിറ്റിയാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴുള്ള വിസ്കോസിറ്റിയാണ് ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ, ഇനി നൗ വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. ഇപ്പോൾ ലിക്വിഡിന്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും? ലിക്വിഡ് ഫ്ലോ ആവാൻ തുടങ്ങും അല്ലെ? ഉരുകി കഴിഞ്ഞാൽ ഫ്ലോ ആവാൻ തുടങ്ങും. സോ ഇറ്റ് ഇസ് വിസ്കോസിറ്റി ഡിക്രീസസ്, റെസിസ്റ്റൻസ് ടു ഫ്ലോ കുറയുന്നു, സോ അത് ഒഴുകുന്നു, സോ വിസ്കോസിറ്റി ഡിക്രീസസ്. ദെൻ ഗ്യാസിന്റെ കേസിൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഓൾസോ ഇൻക്രീസ്, സോ വിസ്കോസിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഗ്രേഡ് 1 എക്സാമിന് LSGD ഗ്രേഡ് 1 എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ്. സോ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്, ദാറ്റ് ഇസ് ഐഡിയൽ ഫ്ലൂയിഡ് ഓർ ഇമാജിനറി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് a fluid that has no viscosity, no surface tension and incompressible. അത് ഐഡിയൽ ഫ്ലൂയിഡ്. ഐഡിയൽ ഫ്ലൂയിഡിന് വിസ്കോസിറ്റിയും ഇല്ല, ഇത് ഇൻകംപ്രസിബിൾ ആണ്. കംപ്രസിബിലിറ്റിയും ഇല്ല, ടെൻഷനും ഇല്ല, സർഫസ് ടെൻഷനും ഇല്ല, ഒന്നുമില്ലാത്തതിനെയാണ് നോർമൽ ഐഡിയൽ ഫ്ലൂയിഡ് ഓർ ഇമാജിനറി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അതേസമയം റിയൽ ഫ്ലൂയിഡ് ഓർ പ്രാക്ടിക്കൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a fluid which have viscosity, surface tension and compressible. Okay, then വേറെ രണ്ട് ടൈപ്പ് ഓഫ് റിയൽ ഫ്ലൂയിഡ്സ് ഉണ്ട്. ഒന്ന് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സും നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സും. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ real fluids that obeys Newton's law of viscosity. Newton's law of viscosity obey ചെയ്യുന്ന റിയൽ ഫ്ലൂയിഡ്സിനെയാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വാട്ടർ ആൻഡ് എയർ. അതുപോലെ തന്നെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ഉണ്ട്. The real fluids that does not obeys Newton's law of viscosity. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സിനെയാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ the property of a liquid which enables cohesion to resist tensile stress on the surface of anything. Okay, the property of liquid which enables cohesion to resist the tensile stress. ഈ cohesion എന്ന് പറഞ്ഞ വാക്കും ടെൻസൈൽ സ്ട്രെസ്സും ഓർത്ത് വെച്ചോണം. The reason for surface tension. Surface tension എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? Cohesion. Cohesion means the attraction of particles. ആ സെയിം പാർട്ടിക്കിൾസ് അട്രാക്ട് ചെയ്യുന്നതിനാണ് cohesion എന്ന് പറയുന്നത്. നമ്മൾ നോർമലായിട്ട് ഒരു മെർക്കുറി സർഫസ് ടെൻഷന് വളരെ ഇമ്പോർട്ടൻ്റ്, ഒരു ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഒരു മെർക്കുറി എടുത്തിട്ട് നമ്മളൊരു ഡ്രോപ്പ് ടേബിളിന്റെ മുകളിൽ വെച്ചാൽ അതെങ്ങനെയിരിക്കും? ആ മെർക്കുറി അതുപോലെ തന്നെ അവിടെ ഡ്രോപ്ലെറ്റ് ആയിട്ട് നിൽക്കും. അതേസമയം വെൻ യു ഡ്രോപ്പ് എ വാട്ടർ, വെള്ളം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ ഒഴുകിപ്പോവും. ഓക്കെ, സോ ഇതിന് കൊഹഷൻ കൂടുതലാണ്, അതുകൊണ്ടാണ് മെർക്കുറി വന്നിട്ട് ഒട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, സോ സർഫസ് ടെൻഷൻ റീസൺ സർഫസ് ടെൻഷൻ ഉണ്ടാകുന്ന കാരണം എന്താണ്? കൊഹഷൻ. ദെൻ സർഫസ് ടെൻഷൻ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ്. The force that resists surface tension is tensile force. അതായത് അതിനെ വലിയാൻ സമ്മതിക്കാതെ നിലനിർത്തുന്നു, കൂടി ഇങ്ങനെ നിർത്തുവാണ്. അതാണ് ടെൻസൈൽ ഫോഴ്സ് ആണ് അത് റെസിസ്റ്റ് ചെയ്യുന്നത്. റെസിസ്റ്റ് ദ ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, സോ ഇനി വൈ ബബിൾസ് ആർ സർക്കിൾ. ബബിൾസ് ഒക്കെ നമ്മൾ മറ്റേ കുട്ടികൾ കളിക്കാൻ നേരത്തെ ഇങ്ങനെ ബബിൾസ് കെയറിൽ വിടാറില്ലേ? അങ്ങനത്തെ ബബിൾസ് അല്ലെങ്കിൽ സോപ്പ് ബബിൾസ്, എന്ത് ബബിൾസ് ആയിക്കോട്ടെ, ആ ബബിൾസ് ഒക്കെ എന്തുകൊണ്ടാണ് സർക്കിൾ ആയിട്ട് നിൽക്കുന്നത്? It is due to the surface tension. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്ത് എഴുതിയത്. ഓക്കെ, സർഫസ് ടെൻഷന്റെ
equation force per unit length. It is force per unit length അല്ലെങ്കിൽ Newton per meter. Newton per meter ആണ് surface tension. Surface tension എന്ന് പറയുമ്പോൾ ഏരിയ എന്നൊന്നും വിചാരിച്ചേക്കരുത്. Unit is Newton per meter. Then ഒരു ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ഒരു സോളിഡ് ബബിളിന്റെ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ PD/4, where P is excess pressure inside compared to outside. P is equal to നമുക്ക് വേണമെങ്കിൽ PI minus PO എന്നും കൂടിയൊക്കെ എഴുതാം. ഓക്കെ, അങ്ങനെയും കാണാറുണ്ട് ചില ടെക്സ്റ്റിൽ. ഞാൻ ഒന്നിച്ചൊറ്റ P ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. PI minus P0 എന്നും ചെയ്യാറുണ്ട്. ഓക്കെ, PI minus PO എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, PI minus P0. എന്തിങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് അത്ര സുഖമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, D is equal to dia of the bubble. D is equal to diameter of the bubble. Then pressure മാത്രം തനിയെ ചോദിച്ചു കഴിഞ്ഞാൽ you have to cross multiply and find it out. Okay, 4 sigma by D ആവും. R ആണ് Dക്ക് പകരം നമ്മൾക്ക് റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ 2R ഇട്ടിട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ ഇങ്ങനെയും പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡിൽ ഓൾറെഡി റേഡിയസ് വെച്ചിട്ടാണ് പഠിച്ചേക്കണമെങ്കിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഓക്കെ, എല്ലാം കൂടി മിക്സ് ചെയ്യരുത് ഒരിക്കലും. Then surface tension is equal to PD/4. അതുപോലെ തന്നെ സോപ്പ് ബബിൾ അല്ലെങ്കിൽ ഹോളോ ബബിളിന്റെ സർഫസ് ടെൻഷൻ is equal to PD/8. ഇത് ഈസി ആയിട്ട് സിമ്പിൾ പ്രോബ്ലം ആയിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് എപ്പോഴും ആ ഇക്വേഷൻസ് മാറിപ്പോയി കഴിഞ്ഞാൽ the whole answer will be gone wrong. സോ അതുകൊണ്ട് ഇക്വേഷൻസ് കറക്റ്റ് ആക്കിയിട്ട് സോർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, സോ ഒരു ഡ്രോപ്ലെറ്റിൻ്റെത് PD/4, അതുപോലെ ഒരു സോപ്പ് ബബിളിൻ്റെത് PD/8, അതുപോലെ ലിക്വിഡ് ജെറ്റിൻ്റെത് PD/2. ലിക്വിഡ് ജെറ്റിൻ്റെത് PD/2. നെക്സ്റ്റ് ഇസ് കാപ്പിലാരിറ്റി. കാപ്പിലാരിറ്റി ഒരുവിധം എല്ലാവർക്കും എന്താണെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ വന്നിട്ട് അത് പല സിറ്റുവേഷനിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ദ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് which enables both cohesion and adhesion to rise and fall of liquid in a small tube. ഇനി നമ്മളുടെ സർഫസ് ടെൻഷന്റെ റീസൺ കൊഹഷൻ ആണെങ്കിൽ കാപ്പിലാരിറ്റി ഉണ്ടാവുന്നത് കൊഹഷനും അഡെഷനും രണ്ടും കൂടി ഒന്നിച്ചു ചേർന്നിട്ടാണ്. ദെൻ കാപ്പിലറി റൈസ് അല്ലെങ്കിൽ ഡിപ്രഷന്റെ ആ ഹൈറ്റ്, ഇതാണ് ആ ഹൈറ്റ്. H is equal to 4 sigma cos theta by rho g d. ഈ rho g എന്നുള്ളത് വേണമെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി W എന്ന് കൂടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ H is equal to 4 sigma സർഫസ് ടെൻഷൻ, 4 sigma cos theta divided by rho g d. For waterന് theta is the contact angle, theta is equal to 0 degree. For mercury, theta is 130 degree. Okay, then capillarity reason എന്താണ്? Adhesion and cohesion. Okay, ഇതും ഇക്കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, LSGD എക്സാംസിന്. Then capillary rise and capillary fall ഞാനൊരു രണ്ട് ടേബിൾ ആക്കിയിട്ടിട്ട് തന്നെയാണ് പഠിക്കാൻ തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. സോ capillary rise എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? when adhesion is greater than cohesion. അതായത് കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പാർട്ടിക്കിൾ അട്രാക്ഷൻ, അപ്പൊ അഡെഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പാർട്ടിക്കിൾ അട്രാക്ഷൻ. സോ നമ്മൾ നോർമൽ ആയിട്ടൊരു വാട്ടർ കൺസിഡർ ചെയ്താൽ മതി. ഒരു ട്യൂബിൽ കൂടി നമ്മൾ വെള്ളമാണ് കയറ്റാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിന് അഡെഷൻ ആണ് കൂടുതൽ. അതായത് ഏത് സർഫസിലാണോ അതിരിക്കുന്നത് ആ സർഫസിലേക്ക് ഒട്ടാനാണ് കൊഹഷനെക്കാട്ടും കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ അത് വേഗം കാപ്പിലറി റൈസ് ഉണ്ടാവും. അതിങ്ങനെ വേഗം റൈസ് ചെയ്ത് വരുന്നു എന്ന് വിചാരിച്ചാൽ മതി. Okay, so when adhesion is greater than cohesion, then you will be having capillary rise. അതേസമയം when adhesion is less than cohesion, അതായത് cohesion ആണ് കൂടുതൽ, അതായത് മെർക്കുറി പോലുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ you will be having capillary fall. Then angle of contact for a capillary rise is less than, theta is less than 90 degree. അതായത് ഒരു acute angle ആയിരിക്കും. And the concavity will be upwards. അതേസമയം capillary fallന് angle of contact is greater than 90 degree. അതായത് ഒരു obtuse angle ആയിരിക്കും നമുക്ക് മേക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ഫിഗറിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. you will be knowing that ഒരു obtuse angle ആണ് ഉണ്ടാക്കുന്നത്. കണ്ട, ഈ തീറ്റ ഒരു obtuse angle ആണ്, ഇതൊരു acute angle, തീറ്റ acute angle ആണ്. Okay, so concavity downward ആണ് അതിന്റെ concavity. Okay, സോ ഇതിന്റെ കാപ്പിലറി റൈസിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ വാട്ടർ, ആൻഡ് ഫോർ കാപ്പിലറി ഫോളിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ മെർക്കുറി.
Next is compressibility. Compressibility is change in volume by change in pressure. Change in pressure, that is dV by V by dP. Unit meter square per Newton. Compressibility എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൂടി ഉണ്ട്, that is 1 by bulk modulus. 1 by bulk modulus അല്ലെങ്കിൽ 1 by K. ഇനി രണ്ട് നോട്ടാണിത്. Air is 20,000 times compressible than water. Air is 20,000 times compressible than water, and water is 100 times compressible than steel. Water is 100 times compressible than steel. So നമ്മളുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഇൻട്രൊഡക്ഷൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. സോ പഠിപ്പുരയുടെ ഫസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഈ ടെലിഗ്രാം ചാനലിൽ വന്നാൽ യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദി ഫയൽസ്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ്, ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. ആൻഡ് അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. സോ നിങ്ങൾക്ക് വന്നിട്ട് അപ്ഡേറ്റ്സ് മിസ്സാവില്ല. ഓക്കെ, സോ താങ്ക് യു.